ഗൈസ് നമ്മളെല്ലാവരും അപ്പോൾ സിൽവർ സ്റ്റോൺ പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരും പോലെ അപ്പൊ ഞാൻ അമ്മാമ്മയുടെ അടുത്ത് താറ്റൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അമ്മ താറ്റ പാറ അപ്പൊ ഞാൻ സിൽവർ സ്റ്റോമിലൊക്കെ പോയിട്ട് വരാം കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് നേരം വൈകിട്ടുണ്ട്, ഒടുക്കത്തെ വെയിലാണ്. അപ്പൊ ഇപ്പൊ നമ്മള് ശരിക്കും സിൽവർ സ്റ്റോമിക്ക് തന്നെയാണ് പോണത്. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. സിൽവർ സ്റ്റോം എന്ന് പറയുമ്പോ എന്താണ് നിന്റെ മനസ്സിൽ വരുന്നത്? ഞാൻ ചെറുപ്പത്തിൽ പോയതാടാ. ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ എത്ര വയസ്സില്? ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ആ സമയത്ത്. ഓക്കെ, അതിനുശേഷം ഇപ്പോഴാണ് സിൽവർ സ്റ്റോം കാണാൻ പോണത്. എന്താണ് സിൽവർ സ്റ്റോമിൽ മാറ്റമുള്ളത് നമുക്ക് നോക്കണം. ഞാൻ സിൽവർ സ്റ്റോമിൽ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഇതുവരെ ഡ്രീം വേൾഡിലാണ് ഒരു 5-6 വട്ടം പോയിക്കണത്. സിൽവർ സ്റ്റോമിലേക്ക് ഇതുവരെ പോയിട്ടില്ല. കാരണം സിൽവർ സ്റ്റോം ഡ്രീം വേൾഡിനേക്കാൾ നല്ല പൈസ, അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനും ലാഭം നോക്കണം. സോ ഞാൻ ഡ്രീം വേൾഡിലാണ് പോവാറ്. വണ്ടർലേ പോണില്ലേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഞാൻ വണ്ടർലേ പോണില്ലേ നിങ്ങൾ ചോദിക്കും, പക്ഷെ നിങ്ങളാരും ഞങ്ങൾക്ക് 1400 രൂപ തരാനില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉള്ള പൈസക്ക് നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മൾ ബസ്സിലാണ് പോകേണ്ടത്. അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചാലക്കുടിയിൽ നിന്ന് വേറെ ബസ് കയറണം നമ്മൾ സിൽവർ സ്റ്റോമിൽ എത്താനായിട്ട് കേട്ടോ. അങ്ങനെ സിൽവർ സ്റ്റോമൊക്കെ എത്തി. ഫസ്റ്റ് ടൈമാണ് സിൽവർ സ്റ്റോമിക്ക്. ഡ്രീം വേൾഡൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും സിൽവർ സ്റ്റോമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാനായിട്ടാണ് സിൽവർ സ്റ്റോം വന്നിരിക്കുന്നത്. ജിതിൻ ചേട്ടാ സേ ഹായ്. ഹലോ ഹായ് പറയാൻ പറഞ്ഞ ഹലോ പറയും. ദിലീപേട്ടാ ഹായ് ഗായ്. ഞാനും ദിലീപാണ് മാച്ച് ഡ്രസ്സാണ്. വന്നിട എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ സിൽവർ സ്റ്റോം എത്തിയേക്കാണ്. നമ്മളിവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാണ് സിൽവർ സ്റ്റോമിന്റെ ബോഡി ഗാർഡ്. ഇവിടെ എടുത്തിരിക്കുന്ന റേഞ്ചിലാണ്. അത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടിക്കറ്റ് കാണിച്ച് ടിക്കറ്റൊക്കെ മേടിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. മണിക്കൂറോളം ഞങ്ങൾ അങ്ങോട്ട് തേരപ്പാട് നടന്നു. കാരണം ഫസ്റ്റ് ചെയ്ത റൈഡിൽ കാരണം നമ്മൾ എവിടെ നോക്കിയാലും വാട്ടർ റൈഡ് കാണാൻ. പിന്നെ കാറിൻ്റെ റൈഡിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമുക്ക് മറ്റേ ഗോസ്റ്റിൻ്റെ അവിടെ പോകാന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഫസ്റ്റ് പോണത്. അവിടെ പോയിട്ട് എനിക്ക് ഫുൾ കോമഡി ആയിട്ട് തോന്നിയേട്ടാ. ഇവിടെ വരാത്തവരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു. പക്ഷെ ഞാൻ ഡ്രീം വേൾഡിലൊക്കെ പോയതുകൊണ്ട് എനിക്കറിയാം ഇവിടെ ഒന്നുമില്ല. കുറേ ഒരു ബൊമ്മകളെ പോലത്തെ സാധനങ്ങൾ പ്രേതാന്ന് പറഞ്ഞിട്ട് അവിടെ വയ്ക്കും. അപ്പം ഞാനാണ് ഭയങ്കര ധൈര്യത്തിൽ ഫസ്റ്റ് നടക്കണേ കേട്ടാ. എന്നിട്ട് ഞാൻ അവർക്ക് എല്ലാവർക്കും ഹായ് കൊടുത്ത് നടക്കാണ്. പേടിക്കാനായിട്ട് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഒരു മിററിൻ്റെ സംഭവം ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് ഫുള്ള് കൺഫ്യൂഷൻ ആവും. അത് കറക്റ്റ് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് നമുക്ക് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗ്ലൗസ് അവർ തന്നത്. കാരണം മിററിൽ ടച്ച് ചെയ്ത് പോകാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെ ഇതാണ് ഞാൻ ടച്ച് ചെയ്ത് പോകണം. കാരണം എവിടെ കണ്ടാലും ഞാൻ തന്നെ 4, 5, 8 ഇതിലാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ടച്ച് ചെയ്ത് പോവാണ്. മഴ പെയ്ത് ഞാൻ പറഞ്ഞു 2 ക്ലൈമറ്റ് എടുക്കുന്നത്. പിന്നെ മഴ പെയ്ത പിന്നെ നമ്മൾ പൊരുത്ത് കുറേ നേരം അങ്ങോട്ട് നിന്ന് മഴ മാറുന്ന വെച്ചാൽ മഴ മാറാണ്ടായപ്പോൾ നമ്മൾ വാട്ടർ റൈഡ് കയറാന്ന് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ വാട്ടർ റൈഡൊക്കെ കുഞ്ഞു പ്രായത്തിൽ ഒരുപാട് കയറാൻ ഇതെല്ലാം ഭയങ്കര പേടിയായിട്ട് തോന്നാം കയറാനൊക്കെ ആയിട്ടാ. ആണെങ്കിൽ വെറുതെ വന്ന പോലെ ആയിട്ടാ. അവളെ ടിക്കറ്റിന്റെ പൈസ പോയിന്ന് തന്നെ പറയാം. കാരണം അവൾക്ക് ഭയങ്കര ഇതൊക്കെ പേടിയാന്ന് പറഞ്ഞിട്ട് ഒന്നിലും കയറിയിട്ടില്ല. ആകെ കൂടെ കിഡ്സ് പൂളിൽ എന്തോണം അവൾ കളിച്ചത് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ തന്നെയായിരുന്നു. പൂള് ഭയങ്കര ഇഷ്ടം അവൾക്ക്. അപ്പോൾ പൂൾ തന്നെയായിരുന്നു ഫുൾ ടൈം കേട്ടോ. പിന്നെ ഓരോരുത്തർ റൈഡ് കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ വരണവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഈ സംഭവത്തിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഭയങ്കര എനിക്കിങ്ങനെ വെള്ളത്തിൽ മുങ്ങണത് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ കുത്തനെ ഇത് വെള്ളത്തിൽ മുങ്ങാന്ന് ഇവർ പറഞ്ഞുകൊണ്ട് ഞാൻ അത്ര റിസ്ക് എടുക്കാൻ നിന്നില്ല. പിന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഫോൺ കൊണ്ടുപോകാനും സ്റ്റാൻഡ് ഇതേ നമ്മൾ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവരെ വെയിറ്റ് ചെയ്യാൻ നിന്നിട്ട് ക്യൂ ആയിരുന്നു ഈ ഒരു റൈഡിന് വേണ്ടിയിട്ടാണ്. ഈ റൈഡിലൊന്നും അവിടേക്ക് നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു.
അർജുനും ചിരിഞ്ചാണ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഓരോരുത്തരും കാണുമ്പോൾ അവരാണോ നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ഫൈനലി അവർ വന്നു കേട്ടോ. ഈ ഗ്യാങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ഫ്രീ ആൻഡ് റിലാക്സേഷനാണ് ഇവരുടെ കൂടെ ഒന്ന് കൂടുമ്പോൾ കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് പോലെ ഇങ്ങനെ പോകാറൊക്കെ ഉണ്ട് കേട്ടോ. അതെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഭയങ്കര ഒരു സ്ട്രെസ് ഫ്രീ ആണ്. നമ്മളൊരു ഹോം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലാണ് ഇവരുടെ കൂടെ കേട്ടോ. എല്ലാവരും ഒരേ വൈബ് ഒരേ പോലെയാണ്. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് എല്ലാവരും തമ്മിൽ. ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി ഉണ്ടാവാറുണ്ട്, എല്ലാവരും തമ്മിൽ അടി ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും എല്ലാ ട്രിപ്പിനും എല്ലാവരും ഉണ്ടാവും. ഇതിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഓർമ്മകളൊക്കെ കിട്ടാൻ, നല്ലൊരു ഫ്രണ്ട്സിന് കിട്ടാന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് എനിക്ക് ഇവരെന്ന് പറയണത്. ട്രിപ്പും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉരുപ്പിടി നല്ല ഓർമ്മകളും, പിന്നെ ഒരാഴ്ച എടുക്കും അതിൽ നിന്നൊന്ന് ആ വിഷമം മാറി വരാൻ. ഒരാഴ്ച കഴിയുമ്പോഴേക്കും അടുത്ത പ്ലാൻ നമ്മൾ സെറ്റാക്കും. അടുത്ത നമുക്ക് ഇങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗ്രൂപ്പിൽ ഫുൾ അങ്ങോട്ട് ചർച്ചാ വിഷയമായിരിക്കും. പിന്നെ അടുത്ത ട്രിപ്പ് ആവാനുള്ള ഒരു കാത്തിരിപ്പായിരിക്കും കേട്ടോ. ഉള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് പിന്നെ ഭയങ്കര കളർഫുള്ളായിരിക്കും കേട്ടോ. പിന്നെ മഴയൊക്കെ മാറി, മഴ മാറിയപ്പോൾ മറ്റേ റൈഡിലൊക്കെ കയറാൻ നിന്നപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് നനഞ്ഞുകൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ അപ്പോഴേക്കും 1:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശ തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ റൈഡ് എവിടേക്കുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് മേലെ കൂടെ പോകുന്ന ഒരു ട്രെയിനിൽ നമ്മൾ കയറിയിട്ടാണ്. അപ്പോൾ കയറിയിട്ട് പ്രത്യേകിച്ച് റൈഡൊന്നും ഞാൻ അവിടെ കണ്ടില്ല, നമ്മൾ നടന്ന് കണ്ടുപിടിക്കണതായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്ക് നമ്മൾ മീൽസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം റൈഡ് കയറാന്ന് വെച്ചാൽ പിന്നെ പൂൾ ടൈമായി, പൂളിൽ മറ്റേ വേവ്സ് ടൈമായി. അപ്പോൾ അതിൽ പിന്നെ കയറി ഫുള്ള് അവിടെ നമ്മൾ താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഇതിലുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളെല്ലാവരും ആ കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ ആ പ്രശ്നമൊക്കെ നമ്മൾ മറക്കും. പിന്നെ ഞങ്ങളുടേതായ ആ ഒരു, ഞാൻ പറയാറില്ലേ, ഹോം ഫീലാണ്. അതാണ് ഞാൻ എപ്പോഴും പറയാറ്. ഇവരുടെ കൂടെ ഭയങ്കര കംഫർട്ടബിളാണ് നമ്മൾ എല്ലാവരും. പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നമ്മൾ വീഡിയോസ് ഫോട്ടോസ് എടുക്കാന്നുള്ള ഒരു സാഹസത്തിലാണ്. റൈഡ് നമ്മൾ രാവിലെ തൊട്ട് നോക്കണമെന്നാണ്. പക്ഷെ നല്ല തിരക്കായിരുന്നു. ലാസ്റ്റ് എന്തേലും ആവട്ടെ എന്നുകൊണ്ട് അവസാനം പോയി നിന്നപ്പോൾ നമ്മൾ വേഗം തന്നെ അവർ കയറ്റി. വെയിറ്റ് കുറവുള്ള ആൾക്കാർക്ക് ചെറിയ ബോട്ടും വെയിറ്റ് ഉള്ളവർക്കും വലിയ ബോട്ടായിരുന്നു. ദൈവം സഹിച്ച് അവിടെ ഒരുപാട് വലിയ വലിയ ആൾക്കാർ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിള്ളേർ അപ്പോൾ എങ്ങനെയോ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരുട്ടാണൊക്കെ മുൻപേ ഇറങ്ങി. കാരണം വീട്ടിൽ നമുക്ക് തിരിച്ചെത്തണമായിരുന്നു. ഉള്ളോട്ടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇവരൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.